കുറച്ചു നാളുകളായി സീരിയലിൽ ഈ വ്യക്തിയെ കാണുന്നില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത് ജീവിതത്തിലും സീരിയലുകളിലും? ഒരു ഡയറക്ടറെ തല്ലിയാൽ അടുത്ത എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും കൈവെക്കാൻ ഇവിടെ ഒരു കോടതിയോ എങ്ങും ആരും പറഞ്ഞിട്ടില്ല. ഒരുത്തന്നെ കുത്തകയല്ല. ആ സംവിധായകനിൽ നിന്ന് ഇഷ്ടക്കേട് സംഭവിച്ചത് എന്തായിരിക്കും? പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ട്, പല രീതിയിലുള്ള ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ക്കാൻഡ് തരുമ്പോ കൈവെള്ളയിൽ ചൊറിയുക, ഇങ്ങനത്തെ പരിപാടികളാണ്. എന്നാലും ആ ഒരു സംവിധായകൻ ചിലങ്കയെ മോളെ പോലല്ലേ കണ്ടത്? എനിക്ക് അച്ഛൻ ദീതു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്റെ തന്തയാവേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്നെ മോളെ പോലെ കാണാനും എന്നെ ഏറ്റവും നന്നായിട്ട് വളർത്താനും ഒരാള് ഉണ്ട്. എനിക്ക് അപ്പ കാണുന്നതിന് അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമില്ല. പെട്ടെന്ന് ഒരു അലിഗേഷൻ ഇങ്ങനെ വന്നപ്പം ആ മാതാപിതാക്കൾക്ക് വേദന ഇല്ലായിരുന്നു? വേദന ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നങ്ങള് അവർക്കറിയാം. ഈ കണ്ണു നിറയുമ്പോഴും അനുഭവിച്ച അനുഭവം അത്രമേൽ ഉണ്ടായിരുന്നു ചിലങ്ക? അത്രയ്ക്കുണ്ടായി, അത്രയ്ക്കുണ്ട്. എന്നെ വിളിച്ച് സംസാരിച്ചൊരു ലേഡി, മോളെ നീ ചെയ്തത് നന്നായി, ഇത് പണ്ടേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞൊരു ലേഡി. അത് അയാൾക്ക് സീരിയൽ ചെയ്യാനുള്ള അവസരം ഈ ലേഡി ഉണ്ടാക്കി കൊടുത്തു. ഇവൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇവൾ ആരാ തല്ലാൻ? അവള് ഭയങ്കര അഹങ്കാരി കേട്ടോ, വിളിക്കരുത്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് മറ്റേ സീൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ അവള് പ്രശ്നം ഉണ്ടാക്കും. റോബസ്റ്റ പഴം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഷൂട്ടിന് വരത്തില്ലെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ സീരിയൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ സീരിയൽ ചെയ്തിരിക്കും എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ശരിക്കും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഈ പറയുന്ന ആൾ ഔട്ടുവാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. കഴിഞ്ഞ 14 വർഷക്കാലം കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന നായിക കുറച്ചു നാളുകളായി സീരിയലിൽ ഈ വ്യക്തിയെ കാണുന്നില്ല. അകറ്റി നിർത്തിയതാണോ, സ്വയമേ മാറിയതാണോ, എന്താ കാര്യം ചോദിച്ചറിയാം. നമ്മളെല്ലാവരും ഇഷ്ട നായിക ചിലങ്കയാണ് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 14 വർഷക്കാലം കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന നായികയായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് ജീവിതത്തിലും സീരിയലുകളിലും? ജീവിതത്തിൽ ഇപ്പം കുറച്ച് നാളായിട്ട് തിരക്കായത്, ഇവിടെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു, ഹെപ്റ്റാഡ് 24 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു സ്റ്റുഡിയോ ഉണ്ട് 16 വർഷമായിട്ട്, ഫിലിം എഡിറ്ററും കൂടാണ്. ഫിലിം എഡിറ്റർ. അപ്പം അതിൻ്റെ കീഴിലായിട്ടൊരു അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെതായ തിരക്കിലായിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ പിന്നെ ഒതുക്കാനും ആൾക്കാരുണ്ടാവുമല്ലോ. സീരിയലിൽ അഭിനയിക്കുന്ന യാത്രയില് കൈവിട്ടുപോയ ഒരു നിമിഷമാണ് ഒരു സംവിധായകനെ തല്ലുന്നു. ഒരു പക്ഷെ ഒന്ന് ചിന്തിക്കാം, ഈ സീരിയലിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും കൈവെക്കാൻ ഇവിടെ ഒരു കോടതിയോ എങ്ങും ആരും പറഞ്ഞിട്ടില്ല. ഒരുത്തന്നെ കുത്തകയല്ല. ആ സ്ഥാനത്ത് സംഘടനകളോട് അറിയിക്കാതെ ആ വ്യക്തിയിൽ കൈവച്ചത് കൈവിട്ടുപോയ ഒരു വാക്കാണ്, കൈവിട്ടുപോയത് തെറ്റാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി അത് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുള്ളൂ. കാരണം എനിക്ക് മറ്റുള്ള സ്ത്രീകളുടെ അനുഭവത്തിനെ കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഓപ്പണായിട്ട് പറയുന്നത്. അത് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, പല രീതിയിലുണ്ടാവും. ഞാൻ എൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കഥകളല്ല പറയുന്നത്. എനിക്കുണ്ടായ അനുഭവം പറയുന്നു. എനിക്ക് മാത്രം. അത് മറ്റുള്ളവർക്ക് നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം എനിക്കറിയാം, ഒരു ഡയറക്ടറെ തല്ലിയാൽ അടുത്ത എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. അതിന് എനിക്കൊരു ഞാനങ്ങനെ വലിയ ഒരു ആവേശത്തിൽ ചെയ്തതോ പിന്നെ ചെയ്യണോന്ന് വെച്ചും ചെയ്തതല്ല, മറ്റൊരാളുടെ വാക്ക് കേട്ട് ചെയ്തതല്ല, ഒരിക്കലുമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാന്ന് വെച്ചിട്ടാണ് നമ്മളൊരു മെന്റൽ ടോർച്ചറിങ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ടോർച്ചറിങ് സഹിക്കുന്നത്? ആ സംവിധായകനിൽ നിന്ന് ഇഷ്ടക്കേട് സംഭവിച്ചത് എന്തായിരിക്കും ചിലങ്ക? ഇഷ്ടക്കേട് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ട്, പല രീതിയിലുള്ള ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. ഞാനിതിന് റിയാക്ട് ചെയ്തിട്ടില്ല. സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കും അറിയാം, അയാൾക്കും അറിയാം അതിനകത്തെ സത്യം എന്താണെന്നുള്ളത്. ഇത്
നാളെ കോടതിയിൽ കൊടുക്കണമെങ്കിൽ കോടതിയിൽ കൊടുക്കും. അതിന്റെ തെളിവുകളുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്, തെളിവുകളുണ്ട്. അല്ലാതെ ഞാനൊരു മീഡിയ വന്നിരുന്ന തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് നിൽക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ചിലങ്ക ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മേലിൽ കൈ പൊക്കുമ്പോൾ അത്രമേൽ അനുഭവിച്ചിട്ട് സഹിച്ചിട്ടും അല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഉള്ള കാര്യം പറയാലോ അച്ഛനെ, ഞാൻ എല്ലാ ദിവസവും രാത്രി വിളിച്ചിട്ട് കരയും എൻ്റെ ഹസ്ബൻഡ് അടുത്ത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്കുണ്ടായത് ചിലപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് 1% കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ വിഷമങ്ങളും അല്ലെ എനിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഞാൻ വേറെ ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പേഴ്സണലി. അന്നുമല്ല ഇന്നുമല്ല. പിന്നെ അത് അറിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഈ പുള്ളിയെ വിളിച്ച് എന്നും കരയും. കാരണം എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ. പക്ഷേ വർക്കാണ് 10-20 ദിവസം നമുക്ക് ഷൂട്ടുണ്ട്, മെയിൻ ക്യാരക്ടറാണ്. പിന്നെ ഒരു വാശി നമുക്ക് വരുമല്ലോ. കാരണം വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്നു, നമ്മളെ ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യാണ്. കാരണം ഇയാൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം പിന്നെ രാവിലെ ഷെയ്ക്കാൻഡ് തരുമ്പം ഞാനത് ഓപ്പണായിട്ട് പറയുകയാണ്, നാളെ ഇതിന് എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, കൈവെള്ളയിൽ ചൊറിയുക, ഇങ്ങനത്തെയൊക്കെ പരിപാടികളാണ്. അത് നമ്മുടെ ഒരു ദിവസം പോയി, ആ ഒരു ദിവസമേ പോയി അതോടുകൂടി. ഇത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് വിശ്വസിക്കുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും, അങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്തിനാണ് വർക്ക് കണ്ടിന്യൂ ചെയ്തത്, അല്ലെങ്കിൽ അത് അപ്പം തന്നെ ഇത് ഡ്രോപ്പ് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ശരിയാണ്, അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. പക്ഷേ അതിന് ശേഷമുണ്ടായ ടോർച്ചറിങ്, ഈ വർക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. പിന്നെ പർപ്പസ്ഫുള്ളി ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യുകയാണ്. ഈ ചിലങ്കയെ മാത്രമല്ലാതെ മറ്റുള്ളവരെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല ഈ വ്യക്തി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ എല്ലായിടത്തുള്ള കാര്യമാണ്. എല്ലാം അവരവൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. തീർച്ചയായിട്ടും. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവരെ അതിലേക്ക് വലിച്ചിട്ടേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഒരു രീതിയിലും ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ വിട്ടേക്കാം. അതിന് ചെയ്യുന്ന ക്രൂരതകളൊക്കെ ഭയങ്കരമാണ്. എന്നിട്ട് പുറത്തിറങ്ങി പറയുന്നത്, ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാനുള്ള റീസൺ പുറത്ത് പറഞ്ഞു നടക്കുന്നത്, ഞാൻ സീനിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് തല്ലി, ഞാൻ സീൻ കട്ട് ചെയ്തതിന് തല്ലി, പിന്നെ വേറെ വ്യക്തികളെ ചേർത്തിട്ട് കഥകളുണ്ടാക്കുക, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അന്നത്തെ പ്രശ്നത്തിന്റെ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ പരന്നൊരു കാര്യമുണ്ട്, ഷൂട്ടിംഗ് സമയത്ത് ലേറ്റ് ആയിട്ട് വരുന്നു, മേക്കപ്പ് ഇടാതെ വരുന്നു, ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണോ ചിലങ്ക? പക്ഷെ ഞങ്ങൾ ചിന്തിക്കുമ്പം 14 വർഷം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ചിലങ്ക ഇന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ വിത്ത് മേക്കപ്പില് 7 മണിക്ക് വണ്ടിയെ കയറുന്ന ഒരാളാണ്. എനിക്ക് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹെയർ ചെയ്യുക, കോസ്റ്റ്യൂം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഈ 3 ജോലിയുള്ളൂ. അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാനൊരു 8 മണിക്കകത്ത് എൻ്റെ എല്ലാ പരിപാടികളും കഴിയും. ഞാൻ നിരന്തരം റെഡി ആവുന്നില്ല. മേളിലേക്ക് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുത്താൻ നോക്കുന്നത്. വേറെ പലരെയും പുള്ളിക്ക് രക്ഷിക്കാനുണ്ട് അതിനകത്ത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പലരെ രക്ഷിക്കാനുണ്ട് പുള്ളിക്ക് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കാണ് ഇതിനകത്ത്. എന്ന് വെച്ചാൽ എന്നെ മെൻ്റലി ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ വർക്കിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോകണം. ഈ അടിച്ചെന്നുള്ളത് സത്യമാണോ, വാസ്തവമാണോ? 100% വാസ്തവം. ഞാനൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും പറയുന്നതല്ല, എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചിലങ്ക അത്രമേൽ അടിക്കണമെന്ന് തോന്നിയെങ്കിൽ ഇതൊരു മനുഷ്യന് സെക്കൻഡിൽ തോന്നുന്നു, അല്ലാതെ തലേദിവസം ഇന്നവനെ അടിച്ചേക്കാം എന്ന് തോന്നുന്നതല്ല. ആ സമയത്ത് അത്രയും അവനിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ചോദിച്ചത്. അതെന്താണ് സംഭവിച്ചത്? അത്രയും മെന്റലി ഞാൻ ഓക്കെ അല്ല. എന്നെ അത്രയ്ക്ക് ടോർച്ചർ ചെയ്യാണ് ലൊക്കേഷനിലിട്ടിട്ട്. ഇപ്പം ഈ പറഞ്ഞ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുക. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചോ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അനുഭവം എന്തായിരിക്കും? അത് നമ്മൾ ഷോട്ടിന് വന്ന് നിൽക്കുമ്പോൾ റിഹേഴ്സൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ റിഹേഴ്സലിൽ നിൽക്കുമ്പോൾ
ഇതൊക്കെ ടേക്കിലും കണ്ടാ മതിയായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുക. ഞാനിങ്ങനെ വലിയ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല. ഞാൻ ആ കിട്ടുന്ന ഷോട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നന്നാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഈ ഒരു തളർത്തല്. അപ്പോഴേ പടോന്നും പറഞ്ഞ താഴെ പോവും. ഒന്നാമത് നമ്മളോട് ദേഷ്യമുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അപ്പം ഇതും എല്ലാം കൂടെ വരുമ്പോഴേ ഇതിൻ്റെ അകത്ത് നമുക്കങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ ഈ സീനുകളുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള എത്രയോ ഇതിൽ നിന്ന് തന്നെ പുള്ളി തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അടി കൊടുത്തതിന് ശേഷം അടി കൊടുക്കാതെ എല്ലാം താന്ന് കേട്ട് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇന്നും ഇൻഡസ്ട്രി നിൽക്കുമായിരുന്നു. ആ ഉറപ്പായിട്ടും. അപ്പൊ പേടിയൊന്നുമില്ലായിരുന്നോ? ഞാൻ അടിച്ചു, ഇനി എന്നെ ഇവർ നിർത്തത്തില്ല, അത് അറിയാമായിരുന്നോ? അങ്ങനെ ഒരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇരയാവാൻ പോകുന്നതെന്ന് 100% ബോധ്യം എനിക്കാണ്. പക്ഷെ ഇതെങ്ങനെ ഇരയെന്ന് പറയുന്നേ ചിലങ്ക? ഇത് ആ സംവിധായകന്റെ കുത്തകയല്ല, സീരിയലാണോ? പക്ഷെ അയാൾ പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാരില്ലേ ജിൻ? അപ്പൊ ഈ ആത്മസംഘടന പോലുള്ള സംഘടനകളോട് എന്തുകൊണ്ട് ചിലങ്ക ഇത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവരൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കംപ്ലൈന്റ് കൊടുക്കണോന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ചാനലിൽ നിന്നായാലും പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നായാലും റൈറ്ററുടെ സൈഡിൽ നിന്നായാലും ഫുൾ സെക്ഷൻ്റെ സൈഡിൽ നിന്ന് വേണ്ട കംപ്ലൈന്റ്, കാരണം ഞാൻ റിയാക്ട് ചെയ്തു. അല്ലെ, നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ട് 10 വർഷം കഴിഞ്ഞ് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അത് ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചും ആൾക്കൊരു ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഇതൊക്കെ കാരണം ഞാൻ അത്ര മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ഒന്നുമല്ല അത്. എന്നെയും അതുപോലൊരു അച്ഛനും അമ്മയും വളർത്തിയതാ. കാരണം എന്നെ ഏറ്റവും നന്നായിട്ട് വളർത്തിയതാ. എന്നാലും ആ ഒരു സംവിധായകൻ ചിലങ്കയെ മോളെ പോലല്ലേ കണ്ടത്? എനിക്ക് അച്ഛൻ ദീതു മാത്രമേ ഉള്ളൂ. ഒറ്റ തന്ത എനിക്കുള്ളൂ. അതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്റെ തന്തയാവേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്നെ മോളെ പോലെ കാണാനും എന്നെ ഏറ്റവും നന്നായിട്ട് വളർത്താനും ഒരാൾ ഉണ്ട്. എനിക്ക് അതിന്റെ ആവശ്യമേ തൽക്കാലമുള്ളൂ. ഞാനിത് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങി പറയുന്നത് അങ്ങനെയാണ്. പല ലൊക്കേഷനുകളിലും പല പബ്ലിക് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഞാൻ എൻ്റെ മോളെ പോലെയാണ് കണ്ടത്. എൻ്റെ മോളോട് ഞാനത് ചെയ്യുമോ? എനിക്കും അതേ ചോദിക്കാനുള്ളൂ. മോളെ പോലെ കണ്ട ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇങ്ങനത്തെ അപ്രോച്ചുകൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ. എനിക്കും അത്രേ മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഈ വ്യക്തിയെ പറ്റി മോശമായിട്ട് ചാറ്റിങ്ങിലൂടാണെങ്കിൽ പോലും ചിലങ്കയോട് പറഞ്ഞ വ്യക്തികൾ ഇന്ന് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെ? ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊന്നും വിഷമം തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് അപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമില്ല. അപ്പൊ പിന്നെ എനിക്കതിൽ പ്രത്യേകിച്ച് യാതൊരു വിഷമവും ഇല്ല. ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഒതുക്കപ്പെടും, അല്ലെങ്കിൽ വർക്കിന്റെ ഒരു ഇത്. പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ ഒരുപാട് വർക്കുകൾ വന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത്രയും നല്ല ആൾക്കാരുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രി. എൻ്റെ കൂടെ നിന്ന ആൾക്കാരുണ്ട്. എന്നെ വർക്കിന് എന്നോട് തന്നെ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യമേ ഞങ്ങൾ വിളിച്ചതല്ലേ ഞങ്ങളുടെ സീരിയലിലേക്ക്, വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി ജോയിൻ ചെയ്യണ്ടേ, ഇവിടെ ആയിരുന്നു ഈ കുഴപ്പം വല്ലതും വരും. കാരണം അത്രയും നല്ല ആൾക്കാരുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തിയെ പറ്റി മുൻനിരയിൽ നിൽക്കുന്ന അഭിനേതാക്കൾ തുറന്നു പറയാൻ ഭയപ്പെടുന്നു? നിലനിൽപ്പാണോ? ഉറപ്പായിട്ടും നിലനിൽപ്പാ. അതിപ്പോ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് ജോലി ചെയ്യണ്ടേ അല്ലേ? അവർക്കും ജോലി ചെയ്യണം. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നു, അല്ലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് അവരെന്തിനാണ് എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴും കൂടെ നിന്നിട്ടില്ലേ ചിലങ്കയെ? കൂടെ സപ്പോർട്ട് ചെയ്ത് സാരമില്ല ചിലങ്കയെ, ചങ്കു പറിച്ച് ചിലങ്കയോട് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവര് പിന്നെയൊന്ന് കുത്തി ചരിത്രമില്ല ചിലങ്കയെ? അതില്ലെന്ന് പറയല്ലേ? ഉറപ്പായിട്ടുണ്ട്, 100% ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ച് കൂടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി എന്നെക്കുറിച്ച് നെഗറ്റീവ് വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ കൂടെ. നേരിട്ട് കേട്ടിട്ടുണ്ടോ? കൂടുള്ള ഞാൻ ഡയറക്റ്റ് അത് കേട്ടിട്ടില്ല. പക്ഷേ ഈ വ്യക്തിയുടെ കൂടുള്ള ഏറ്റവും അടുത്തുള്ള ആള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലങ്ക ഈ ഒരു സാഹചര്യത്തില് നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളെ ഇട്ടേച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. തെറ്റേതാ ശരിയേതാന്ന് പോലും അറിയാതെ എന്ത് അലിഗേഷൻ ആണോ ചിലങ്കയ്ക്കെതിരെ വന്നത് അവർ കൂട്ടത്തിൽ നിൽക്കാതെ ഇട്ടേച്ചു പോകും. അവിടെയും താങ്ങായി തണലായി എന്നത് സ്വന്തം ഭർത്താവാ. എന്ത് തോന്നി ആ ഒരു നിമിഷം? ആ വ്യക്തിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ, അല്ലെ ആ ഒരു വ്യക്തി മനസ്സിലാക്കി കൂടെ നിന്നല്ലോ. ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് ഇന്റർവ്യൂ എടുക്കാൻ ഞാനിവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാണ്,
ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വ്യക്തിയാണ് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളി എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ജെമ്മാണ്. കാരണം ചിലപ്പോൾ ഒരു 10-26 വർഷം ഈ ഇൻഡസ്ട്രി നിന്നതുകൊണ്ടായിരിക്കാം ആ പുള്ളിക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ട്, അപ്പോൾ പുള്ളി എന്നോട് പറയുന്നുണ്ട് അത് ഡ്രോപ്പ് ചെയ്യൂ, കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു മെൻ്റൽ പ്രഷർ. കാരണം പുള്ളിയുടെ വൈഫിനെയാണ് മെൻ്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് പുള്ളിക്കും വിഷമമാണ്. കാരണം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ വിഷമിപ്പിക്കുക, അത് ആരായാലും അത് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യത്തില്ല. സ്വന്തം ഭർത്താവല്ലേ? അതെ, അതിപ്പോൾ ആരായാലും എനിക്ക് വിഷമമുള്ളൊരു കാര്യം ഒരാൾ ചെയ്താൽ, ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്താൽ, ഇനി ആരായാലും അത് പുള്ളിക്ക് ശത്രുവാണ്. ഒരുപക്ഷെ ഭർത്താവ് കൂടിയില്ലായിരുന്നെങ്കിൽ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നോ? ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കറിയില്ല. പക്ഷെ മെൻ്റലി ഞാൻ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായൊരു ഡൗൺ സ്റ്റേജിലേക്ക് പോയി. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു സീരിയലിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് അത്ര അധികം എനിക്കറിയത്തില്ല അതെങ്ങനെയാണ്. ചിലപ്പം എന്നെപ്പോലെ പല ആൾക്കാരും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഞാൻ റിയാക്ട് ചെയ്തു. ഇത്രയും ന്യൂസുകൾ വരുന്ന സമയത്തും പ്രചരിക്കുന്ന സമയത്തും ചിലങ്കിൽ എപ്പോഴെങ്കിലും സ്വയം മനസ്സിനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്ത തെറ്റെന്ന്? ഉണ്ട്. എന്തായിരുന്നു? ന്യൂസിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴും ഞാൻ എവിടെയാണ് ഇതിൽ തെറ്റ് ചെയ്തേക്കുന്നത്? ഞാനെപ്പോഴും പറയുന്നു, ഞാൻ അനുഭവിച്ച ടോർച്ചറിങ് ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് പറഞ്ഞു. ഇതിൻ്റെ പേരിലാണ് അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിലാണ് അവസരങ്ങൾ നിഷേധിക്കുന്നത് അല്ലേ? ഇത് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ അടിച്ചതിൽ ഒരു കുറ്റബോധവും കാണുന്നില്ലേ? ഒരു കുറ്റബോധം എനിക്ക് കാണുന്നില്ല. കാരണം എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. എന്തുകൊണ്ട് അവര് പുറത്തോട്ട് വരുന്നില്ല? പേടിച്ചിട്ടായിരിക്കാം. അവസരം നിഷേധിക്കുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം അവർ പുറത്തോട്ട് വരാത്തത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും വലിയ സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലി ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, ഭർത്താവുണ്ട്. അപ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുമായിരിക്കും. ചിലങ്കിൽ ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലുള്ള അച്ഛനും അമ്മയും ഈ കമന്റ്സിനെ ഏത് രീതിയിലാണ് എടുത്തത്? അല്ലെങ്കിൽ ഈ സൈബർ ബുള്ളിങ് ഒക്കെ സ്വന്തം മകള് നേരിടുമ്പം അവരെന്താ പറഞ്ഞ ചിലങ്കിയോട്? അജിനെ, കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ആർക്കൊരു ഇങ്ങനൊരു അലിഗേഷനോ അല്ലെങ്കിൽ എന്നെ ചേർത്ത് ഒരാളുടെ പേരോ ഇന്ന് വരെയില്ല. ഒരു ഡയറക്ടറുടെയോ പ്രൊഡ്യൂസറുടെയോ റൈറ്ററുടെയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ കൈ ശുദ്ധമായതുകൊണ്ടാണ് എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാനും പറ്റിയത്. ആ 14 വർഷത്തെ ഒരു അലിഗേഷനും വരാതെ പെട്ടെന്ന് ഒരു അലിഗേഷൻ ഇങ്ങനെ വന്നപ്പം ആ മാതാപിതാക്കൾക്ക് വേദനയില്ലായിരുന്നോ? വേദന ഉണ്ടായിരുന്നു. വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച എൻ്റെ പ്രശ്നങ്ങൾ അവർക്കറിയാം. അപ്പം എന്നെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ കൊണ്ടു നടക്കുന്നത് എൻ്റെ അച്ഛനാണ്. ഈ 14 വർഷത്തിൽ ഏകദേശം ഒരു 8-9 വർഷം എൻ്റെ കൂടെ കണ്ടിന്യൂസ്. എനിക്ക് എന്നെ പാവം തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത്, എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എന്നെ ഷൂട്ടിന് കൊണ്ടുപോയി എന്നെ ഒരു പോറൽ പോലും പറ്റാതെ എന്നെ കൊണ്ടുനടന്നത് എൻ്റെ അച്ഛനാണ്. ഒരു വീഴ്ച വന്നാൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളൂ എന്നറിയുന്നത് സത്യമാണോ? ആണ്. ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും, ഇപ്പം എനിക്ക് ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ചില ഫോൺ കോളിലൊക്കെ ഇവർ നമ്മളെ വിളിച്ച് എവിടാ കഴിച്ചോന്നൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ തിരിച്ചു കാണത്തില്ലായിരിക്കും അല്ലേ? പക്ഷെ ഒരു അവസ്ഥ വരുമ്പോൾ മനസ്സിലായി ഇവരേ ഉള്ളൂ. ഈ പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കോള് എടുക്കാതിരിക്കും പല സമയങ്ങളിലും ഷൂട്ടിനുമൊക്കെ. പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴേ ഉള്ള കാലമല്ലേ നമുക്കിത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് സന്തോഷമുള്ളൊരു സമയം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ്. എനിക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് പ്രായമാകുന്ന എനിക്ക് ഭയങ്കര എനിക്ക് പതുക്കെ വിഷമമാവുന്ന കാര്യം, എൻ്റെ അച്ഛന് 63 വയസ്സ്, അമ്മയ്ക്ക് 57 വയസ്സ്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു ബർത്ത്ഡേയും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഇവരാണ്. ഇപ്പം അജിൻ പറഞ്ഞതുപോലെ ഉള്ള കാലമല്ലേ നമുക്ക്. ഈ കണ്ണ് നിറയുമ്പോഴും അനുഭവിച്ച അനുഭവം അത്രമേൽ ഉണ്ടായിരുന്നു ചിലങ്ക? അത്രയ്ക്കുണ്ട് അജിനെ, അത്രയ്ക്കുണ്ട്. എനിക്ക് ഓപ്പണായിട്ട് ഞാൻ ഇപ്പോഴും പറയും. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇത് അന്ന് നടന്നതല്ലേ, ഇപ്പോൾ എന്തിനാണ് ഇവർ വന്നിരുന്ന് ഈ കണ്ണീര് ഒലിപ്പിച്ച് ഇതൊക്കെ പറയുന്നത് എന്ന്. അതല്ല, അത് ഞാൻ നാളെ സീരിയലിലുണ്ടോ സീരിയലില്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാണ്, ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നെ പോലെ അല്ലെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നുള്ള സ്ത്രീകളുണ്ട്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയല്ല, പുരുഷന്മാർ മോശമാണെന്നും അല്ല പറയുന്നത്. ഇപ്പോഴും ചിലങ്കയ്ക്കെതിരെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നുണ്ടോ, അലപ്പെടുത്തുന്നുണ്ടോ? ഇതിന്റെ ഒരു അടിക്കളി നടക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതെനിക്കറിയുകയും ചെയ്യാം. എനിക്ക് ഓരോ മൂമെന്റും ഓരോ ലൊക്കേഷനിൽ പോയി പറയുന്നതും ഓരോ ആൾക്കാർ പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം. ഈ കണ്ണീരിന്റെ ഒരു ദിവസം കാലഘട്ടം തെളിയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തെളിയിക്കും. കാരണം എല്ലാവർക്കും ഇത് ഒരു കഥയാണ് അല്ലേ? തീർച്ചയായിട്ടും അനുഭവിച്ചവർക്കേ അറിയും. അതിലും ഞാനൊരു കാര്യം പറയാണ്, അവനോന്റെ വീട്ടിലുള്ളവർക്ക് നോവണം. അതായത് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പം വേദനിച്ച ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയനുണ്ട്, ഒരു ഭർത്താവുണ്ട്. എനിക്ക് ഈ 4 പേരെ വേദനിച്ചതിനും ഒരു കൈയും കണക്കുമില്ല ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് കാരണം. എനിക്ക് പിന്നെ ലോകത്ത് വേറെ ആരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തി എനിക്ക് ഓപ്പോസിറ്റായിട്ട് വീഡിയോ ചെയ്താലോ? എന്താണ് അവരുടെ നിലവാരം? ഇതിൻ്റെ അകത്ത് ഒരു സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പം അല്ലെങ്കിൽ ഇതാകുമ്പം അത് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം, എന്നെ വിളിച്ച് സംസാരിച്ചൊരു ലേഡി അത് അതിന് ശേഷം അയാൾക്ക് സീരിയലിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മോളെ നീ ചെയ്തത് നന്നായി, ഇത് പണ്ടേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞൊരു ലേഡി. അത് അയാൾക്ക് സീരിയൽ ചെയ്യാനുള്ള അവസരം ഈ ലേഡി ഉണ്ടാക്കി കൊടുത്തു. കാണുന്നുണ്ടാവും. ചിലങ്കിൽ ഇനി കണ്ണീരിന്റെ കാലം കഴിഞ്ഞു കേട്ടോ. ഇനി കരച്ചിലും വേണ്ട, അനുഭവിച്ച അനുഭവങ്ങൾ ഈ പറയുന്ന എനിക്ക് പോലും അറിയത്തില്ല, ചിലങ്കിക്ക് അറിയാം, അത്രമേൽ അനുഭവിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് എന്നെ ഇമോഷണലി എന്നെ ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് ഈ അച്ഛനമ്മ എന്ന് പറഞ്ഞ വിഷയത്തിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ല ഒരുത്തനും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സീരിയൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ സീരിയൽ ചെയ്തിരിക്കും എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ശരിക്കും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഈ പറയുന്ന ആൾ ഔട്ടുവാ. അതിനുള്ള വകുപ്പും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഭീഷണിയൊന്നുമല്ല, ഞാൻ അനുഭവിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും ചോദിക്കും അനുഭവിച്ചു എന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു, എനിക്ക് എല്ലാ കാര്യവും ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ ഓർത്തിട്ടാണോ അല്ലെ വ്യക്തിയുടെ കുടുംബത്തെ ഓർത്തിട്ടാണോ? കുടുംബത്തെ ഓർത്തിട്ടാ. ആ കുടുംബത്തെ ഓർക്കുമ്പോഴും എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ വ്യക്തി ഇത്രയൊക്കെ ചെയ്തെന്ന് പറയുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അജിൻ നമ്മളുടെ ഒരു കാഷ്വൽ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ അജിനും ആ ഇൻസിഡന്റ് അറിയാം അല്ലേ? ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇനിയെങ്കിലും ഞാനത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ പോവുള്ളൂ. കാരണം അത് നിയമപരമായി പോകാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി സീരിയൽ തേടി വരട്ടെ. ഇപ്പോഴും ഞാൻ പറയുന്നു, അടിയിൽ കൂടെ ആരൊക്കെ പണിതാലും സീരിയലിൽ ഒരുത്തന്റെയും അല്ല ഒരു വ്യക്തിയുടെ കുത്തക മാത്രമല്ല. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ അരിമണിയിലും അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എനിക്കുള്ളതാണെങ്കിൽ ആര് വിചാരിച്ചാൽ അത് എനിക്ക് തന്നെ വരും അല്ലേ? ഈ സീരിയലിന്റെ ആ ദിവസം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സീരിയൽ ഇനി ഞാനാണോ നീയാണോ ഈ സീരിയലിലുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നോട് പറഞ്ഞു. ഞാനായിരുന്നു ആ സീരിയലുണ്ടായിരുന്നത്. കാരണം അത് എനിക്കായിരുന്നു എഴുതി വെച്ചിരുന്നത്. എൻ്റെ ക്ലൈമാക്സ് വരെ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത്രേ വിശ്വസിക്കുന്നുള്ളൂ.
എനിക്കുള്ളതാണെങ്കിൽ അത് എന്നിലേക്ക് തന്നെ വരും. ചിലങ്ക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തളർന്നു പോയൊരു നിമിഷം ഏതായിരിക്കും ചിലങ്ക? ആ ഇൻസിഡൻ്റ് ഉണ്ടാവുന്ന ആ ദിവസം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇമോഷണലി ഒക്കെ വീക്കായ ഒരു ദിവസം. ഈ ഇപ്പോൾ ഈ ചാറ്റിൻ്റെ കാര്യം പറഞ്ഞാലും, കാരണം ഞാൻ ഒട്ടും എൻ്റെ അടുത്ത് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇത്രയും വർഷമായിട്ട് ഞാൻ അത്രയും നല്ല ആൾക്കാരുടെ കൂടെ, അതെനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ അതിനെ വിചാരിക്കുന്നത്. എനിക്ക് അത്രയും നല്ല ടീം, അത്രയും നല്ല ഡയറക്ടേഴ്സ്, ഒത്തിരിയും സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട്, ഒത്തിരി നല്ല എന്നാലും ഒരു 5-10 ഡയറക്ടേഴ്സിൻ്റെ കൂടെ, സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം, ഈ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ പോലും അറിയാത്ത എത്ര അലിഗേഷൻസ് എൻ്റെ തലയിലിരിക്കുന്നതെന്നറിയോ? വന്ന അലിഗേഷൻസിൽ ചെയ്യാത്ത തെറ്റാണെന്ന് തീർച്ചയായിട്ടും പറയുകയുണ്ടായി. ഉറപ്പായിട്ടും ഈ വന്ന അലിഗേഷൻസിൽ ഇന്നും മനസ്സിനെ കുത്തി നോവിക്കുന്നൊരു വാക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കമന്റ് എന്തായിരിക്കും? കമൻ്റ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്നെ മറ്റുള്ളൊരു വ്യക്തിയും ചേർത്തിട്ട് അനാവശ്യമായിട്ട് കഥകൾ ഉണ്ടാക്കി ഇൻഡസ്ട്രിയിൽ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷമായിട്ട് എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ ഇല്ല. ആക്ച്വലി അതിൻ്റെ പേരിൽ ഒരു ഫേക്ക് വീഡിയോ ഒരു ലോക്കൽ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരാളെ കൊണ്ട് പറയിപ്പിച്ചൊരു വീഡിയോ ഇടിയിപ്പിച്ചു. അന്ന് ഞാൻ ശരിക്കും വിചാരിച്ചതാണ്, എന്തിനാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയാതിരിക്കുന്നത്, മറച്ചു വെക്കുന്നത് എന്തിനാണ്? കാരണം ഞാൻ ചെയ്യാത്ത അറിയാത്ത കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നടന്ന അനാവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം. അന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു എൻ്റെ തന്നെ ഇൻസ്റ്റയിൽ ലൈവ് പോകാം, എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാണ്. അന്നും ഈ പറഞ്ഞ രഞ്ജിത്തേട്ടൻ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ പൊന്ന് ചിക്കു, പല പേപ്പട്ടികളും റോഡിൽ കിടന്ന് കുരയ്ക്കും, അതിനൊക്കെ നിനക്ക് കല്ലെറിയാൻ പറ്റുമോ? ഇല്ല. കല്ലെറിയാനാണ് നീ കല്ലെറിഞ്ഞോണ്ടേയിരിക്കണം. ആ പേപ്പട്ടികളെ വിട്ടേക്കുക, അവർ കുരച്ചോണ്ടേയിരിക്കും. പക്ഷേ ഈ പേപ്പട്ടികളെ എങ്ങനെ വിടാൻ പറ്റുമോ? ഇപ്പം സത്യം പറഞ്ഞ അജിനെ, ഇത് ഞാൻ കേസ് ഫയൽ ചെയ്താൽ എന്താണ് ഇതിനുണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞല്ലോ, ഒരു ഫാമിലി ഉണ്ട്. ഞാൻ ആ ഒരു ഫാമിലിയെ വിചാരിച്ചിട്ടാണ്, എൻ്റെ ഫാമിലിയല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫാമിലി വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും പോട്ടെ എന്ന്. അപ്പോഴും ചിലങ്ക ഒന്ന് ചിന്തിക്കണം, താൻ ചെയ്യാത്ത തെറ്റിന് ഇത്ര അനുഭവിച്ചെങ്കിലും ആ വ്യക്തി ഇന്നും സീരിയലി സജീവ, അതിലൊരു വിഷമമില്ലേ? വിഷമമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടല്ലോ, അല്ലേ? കാരണം പിന്നെ എനിക്കിതേ പറയാനുള്ളൂ, എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങി അല്ലെങ്കിൽ ചാനലുകളിൽ കയറി ഇറങ്ങി അയ്യോ സാറേ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്തെ ന്യായം ഇതാണെന്ന് പറയാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ. കാരണം സീരിയൽ ഇൻഡസ്ട്രി നോക്കുമ്പോൾ ചിലങ്ക ഭയങ്കര അഹങ്കാരിയാണ്. ചിലങ്ക ഡയറക്ടറെ തല്ലി, 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറെ തല്ലി, ഇതല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവളൊരു സ്ത്രീയാണ്, ഇവൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇവൾ ആരാ തല്ലാൻ? അവൾ ഭയങ്കര അഹങ്കാരി കേട്ടോ, വിളിക്കരുത്. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് മറ്റേ സീൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ അവൾ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ റോബസ്റ്റ പഴം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ചരിത്രങ്ങൾ. റോബസ്റ്റ പഴം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഷൂട്ടിന് വരത്തില്ലെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ അങ്ങനല്ല പറഞ്ഞേ, ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞതാ. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല ആർക്കും. ഞാൻ അറിയാത്തയും കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ആക്കുന്നുണ്ട്, പറഞ്ഞു നടക്കുന്നുണ്ട്. അയ്യോ ഇയാളല്ല, ഇയാളുടെ അനുയായികൾ കുറെ ആൾക്കാരുണ്ട്, ചില നടിമാരും ഉണ്ട്, നടന്മാരും ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് നടന്നോട്ടെ. ഈ പ്രേക്ഷകർ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടോ ചിലങ്ക എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തിരിച്ചു വരണം ചിലങ്ക, ഞങ്ങൾ കുടുംബ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ സീരിയലിൽ വരാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദിച്ചവരോടുള്ള മറുപടി ഇപ്പം കൊടുക്കാം, ക്യാമറയിൽ നോക്കി. സീരിയലിൽ വരാത്തത് ഇപ്പൊ ഒന്ന് ഈ ഒരു തിരക്ക് കാരണമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പണികൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഇപ്പൊ അയാൾ വളരെയധികം സന്തോഷത്തിലാണ്. ചിലങ്കയുടെ ആ സീരിയൽ എന്നെ സംബന്ധിച്ച് എന്നെ അത് ബാധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത്രേ ഉള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതും അത് തന്നെയാണ്. ഇനി മുന്നോട്ട് ഞാനാണ് ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന പെമ്പിള്ളേർ ടാർഗറ്റഡ് ആവുന്നില്ലേ?
ആവുന്നുണ്ട്. ഇല്ലേ? ഒരു ഈ പ്രതികരണ ശക്തി കൂടിപ്പോയാലും പ്രശ്നമല്ലേ? പ്രതികരണ ശക്തി ഇല്ലെങ്കിലും കുഴപ്പമാണ്, പ്രതികരിച്ചാലും കുഴപ്പമാണ്. എനിക്കറിയത്തില്ല ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ ഒരു കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്നുള്ളത്. എനിക്കറിയാം, പക്ഷെ അത് പറയുന്നില്ല. പക്ഷേ പുതിയ അക്കാഡമി ഒക്കെ തുറന്നു. അതെ, അതെന്താണ് അതിന്റെ കഥകൾ? അത് ഹെപ്റ്റ 24 അക്കാഡമി എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു സ്റ്റുഡിയോ ഉണ്ട്, 10-16 വർഷമായിട്ട് സിനിമയുടെ എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോ. അപ്പൊ അതിന്റെ തന്നെ ഒരു അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇവിടെ എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങുമാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് സിനിമ. അപ്പൊ അക്കാഡമിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പൊ അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അടിപൊളി 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 അടിപൊളി. അപ്പൊ അത് നന്നായിട്ട് പോകുന്നു. ഇപ്പൊ അടുത്ത ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ആവും. ഒരു ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലങ്ക എങ്ങും പോയിട്ടില്ല, തന്റെ ബിസിനസ് കാര്യങ്ങളായിട്ടൊക്കെ തിരക്കിലായിരുന്നു. നമ്മുടെ കുടുംബ പ്രേക്ഷകർ സീരിയലിലേക്ക് ഇനി ഉടനെ തന്നെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാത്തിന്റെ വിജയം പ്രേക്ഷകർ തന്നെ. ഉറപ്പായിട്ടും. അപ്പൊ പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ചിലങ്ക മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.